ഹലോ വെൽക്കം ബാക്ക് ടു വീഡിയോ. പിന്നെ പുത്തൻ ഒരിക്കലും കൂടി സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോ നമ്മൾ കളിക്കാൻ പോകുന്നത് വിങ്കി എന്ന് പറഞ്ഞൊരു പോക്കി ആപ്ലിക്കേഷനിൽ നിന്നാണ് നമ്മൾ ഗെയിം കളിക്കുന്നത്. സോ എല്ലാവരും കണ്ടിട്ട് നമ്മൾ കോമ്പറ്ററിയിലോട് കളിച്ച അതേ ആപ്ലിക്കേഷൻ തന്നെയായിരിക്കും നമ്മൾ വെങ്കി കളിക്കുന്നത്. സോ ഞാൻ ആപ്ലിക്കേഷൻ്റെ പേര് പറയാമെന്നും പറഞ്ഞു പോയി കഴിച്ചു, അത് ചെറിയ പ്രശ്നമുണ്ട്. സോ ഇന്നത്തെ വീഡിയോ നമ്മൾ കുറേ വീഡിയോസ് ഉണ്ടെന്നായിരിക്കും ഇന്നത്തെ ഒരു ദിവസത്തിൽ. പിന്നെ ഇതൊരു ലോങ് വീഡിയോ ആയിരിക്കും, മിക്കവാറും ഇത് ഒരു ലോങ് വീഡിയോ ആവാനാണ് സാധ്യത. ബിക്കോസ് നമ്മൾ നാളെ എൻ്റെ സ്കൂൾ ഓർക്കാൻ പോകണം ഗായ്സ്. ബാക്ക് ടു സ്കൂൾ, വെരി ബോറിംഗ് ഡേയ്സ്. ഓക്കെ, സ്കൂളിൽ പോകുമ്പോൾ പറയേണ്ടതല്ല, പിന്നെ പഠിത്തം ഇത് ബോറിക്കാണ്. സോ നമ്മൾ എൻ്റെ വെക്കേഷൻ ക്ലാസ്സൊക്കെ തീരാനായി. നമ്മൾ കുറേ വീഡിയോസ് ഇടുന്നത്. ഞാൻ ഒന്നൊരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ എല്ലാവരും സ്റ്റഡി വിത്ത് മീ എന്ന് പറഞ്ഞൊരു വീഡിയോ എടുത്ത് വെച്ചാൽ, ബട്ട് ഒരു ചെറിയ പ്രശ്നങ്ങൾ കാരണം അത് പോയി ഗൈസ്. പിന്നെ ഒക്കെ ഞാൻ പറയാനുള്ളത്, അപ്പം ഞാൻ പോക്കിയുടെ കാര്യങ്ങൾ കാണിച്ചാൽ എങ്ങനെയാണ് വെബ്സൈറ്റിൽ നിന്ന് എടുക്കുന്നത്. പിന്നെ ഇത് ഞാൻ 1.5 വർഷമായിട്ട് ഇത് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. ഒരു പ്രശ്നമില്ല, നോ മണി, നോ ഇത് ഒന്നുമില്ല. നമ്മൾ ഫ്രീ ആയിട്ട് നമുക്ക് കളിക്കാവുന്ന ഒരു ആപ്ലിക്കേഷൻ. ഇത് കമ്പ്യൂട്ടർ, മൊബൈലിൽ എല്ലാത്തിലും അവൈലബിൾ ആണ്. സോ ഇത് ചെയ്യേണ്ട ആദ്യം നിങ്ങൾക്ക് ഗൂഗിൾ മാത്രം മതി. ഗൂഗിൾ അക്കൗണ്ട് എന്തായാലും വേണം. സോ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഗൂഗിളിലാണ് ഇങ്ങനെ ഗൂഗിളിൽ നിന്ന് സെർച്ച് പോവുക. സെർച്ച് പോയിട്ട് നിങ്ങളിവിടെ പോക്കി ഗെയിംസ് എന്ന് അടിക്കുക. അതേ ഇവിടെ വന്നിട്ടുണ്ട്. അതെ ഇങ്ങനെ ആയിരിക്കും പോക്കിയുടെ ചിഹ്നം വരുന്നത്. ഈ ഒരു ചിഹ്നവും ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഇതുണ്ട് ഈ സാധനം കണ്ടോ? അയ്യോ തെറ്റിപ്പോയി ഗൈസ്, ഒരു മിനിറ്റ്. ഇത് കാണിച്ചു തരാം ഗൈസ്. ഈ ഒരു സാധനമാണ് പോക്കി. ഈ ആപ്ലിക്കേഷനാണ് നിങ്ങൾ എടുക്കേണ്ടത്. എന്നിട്ട് ഇത് എടുക്കുമ്പോൾ അതെ നിങ്ങളൊരു പോക്കി ഗെയിംസിലിട്ട് ഇതിനകത്ത് കുറേ 1000-ന് മേലെ ഗെയിംസ് ഫ്രീ ആയിട്ട് കോമ്പറ്ററിയിലോട്. ഇത് ഫസ്റ്റാണ്, നമ്മൾ സെക്കൻഡാണ് കളിച്ചത് കോമ്പറ്ററിയിലോടിൻ്റെ. പിന്നെ നമ്മൾ വെങ്കി എന്ന് പറയുന്ന ഗെയിം ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇവിടെ ഇട്ടൊക്കെ ഉണ്ടാവും. ചേതാൻ ഈ സൈഡിൽ താഴെ വരാറുണ്ട് വെങ്കി. ഇതാണ് കേസ് വെങ്കി. ഞാൻ കാണിച്ചു തരാം വെങ്കി എന്നാണ്. ഇതാണ് വെങ്കി. എല്ലാവരും കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതാണ് വെങ്കി എന്ന് പറഞ്ഞ ഗെയിം. സോ ഈ ഗെയിമായിരിക്കും നമ്മൾ കളിക്കാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് പോക്കി ആപ്ലിക്കേഷൻ. പിന്നെ അതേ സെർച്ചുണ്ട്, സെർച്ച് ബട്ടണുണ്ട്, ഹോം ഇതുണ്ട്. POKI പോക്കിയുടെ ചിഹ്നം ഇതാണ് കേട്ടോ, നിങ്ങൾ സൂക്ഷിച്ചോളി. പിന്നെ കുറേ ഗെയിംസ് ഉണ്ട്. ഹൊററുണ്ട്, ഷൂട്ടിംഗ് ഉണ്ട്, കാർ റേസിംഗ് ഉണ്ട്, പിന്നെ ആക്ഷൻ ഗെയിംസ് ഉണ്ട്, 2 പ്ലേ ഗെയിംസ് ഉണ്ട്, ഗെയിം ഫോർ ഗേൾസ് ഉണ്ട്, ഷൂട്ടിംഗ് ഗെയിംസ് ഉണ്ട്, ഫൈറ്റിംഗ് ഗെയിംസ് ഉണ്ട്, അഡ്വഞ്ചർ ഗെയിംസ് ഉണ്ട്, മൾട്ടിപ്ലേ ഗെയിംസ് ഉണ്ട്, സോസറി ഗെയിംസ് ഉണ്ട്, വാർ ഗെയിംസ് ഉണ്ട്, സ്റ്റിക്ക് മാൻ ഗെയിംസ് ഉണ്ട്, മൊബൈൽ ഗെയിംസ് ഉണ്ട്, കാർ ഗെയിംസ് ഉണ്ട്, സ്കിൽ ഗെയിംസ് ഉണ്ട്, പോപ്പുലർ ഗെയിംസ് ഉണ്ട്, IO ഗെയിംസ് ഉണ്ട്, റാഗ് ഡോൾ ഗെയിംസ് ഉണ്ട്, പിന്നെ പ്ലാറ്റ്ഫോം ഗെയിംസ് ഉണ്ട്, ഓൺലൈൻ ഗെയിംസ് ഉണ്ട്, കൂൾ ഗെയിംസ് ഉണ്ട്, ഗെയിംസ് ഫോർ ബോയ്സ് ഉണ്ട്, ആക്ഷൻ ഗെയിംസ് ഉണ്ട്, പസിൽ ഗെയിംസ് ഉണ്ട്, ആനിമൽ ഗെയിംസ് ഉണ്ട്, OB ഗെയിംസ് ഉണ്ട്. ഇത് മറ്റേ റോബ്ലോക്സ് പോലെ ഫണ്ണി ഗെയിംസ് ഉണ്ട്, ആർക്കേഡ് ഗെയിംസ് ഉണ്ട്, സ്നേക്ക് ഗെയിംസ് ഉണ്ട്, ഗൺ ഗെയിംസ് ഉണ്ട്, കാർ റേസിംഗ് ഗെയിംസ് ഉണ്ട്, മോട്ടോർ ബൈക്ക് ഗെയിംസ് ഉണ്ട്, ബ്ലോക്ക് ഗെയിംസ് ഉണ്ട്, ഡ്രസ്സപ്പ് ഗെയിംസ് ഉണ്ട്, ക്രേസി ഗെയിംസ് ഉണ്ട്, റേസിംഗ് ഗെയിംസ് ഉണ്ട്, 3D ഗെയിംസ് ഉണ്ട്, റണ്ണിങ് ഗെയിംസ്, ഫ്ലാഷ് ഗെയിംസ്, വാട്ടർമെലൺ ഗെയിംസ്, ഡൈനോസർ ഗെയിംസ്, സോംബി ഗെയിംസ്, അങ്ങനെ കുറേ ഉണ്ട്. ഫ്രീ ഓൺലൈൻ ഗെയിംസ് ഒക്കെയാണ്. സോ നിങ്ങൾക്ക് അക്കൗണ്ട് മാത്രം മതി, വേറെ ഒരു പ്രശ്നം ഉണ്ടാവില്ല ഇതിനകത്ത്. സോ ഇത് നിങ്ങൾക്ക് ഇത് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബട്ടൺ പിടിച്ച് ഓൾ പിടിച്ച് കമൻറ്റ് ചെയ്യുക, ലൈക്കും ചെയ്യുക. ഓക്കെ, ലൈക്ക് ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഗെയിമാണ് നമ്മൾ അന്ന് വീഡിയോ ഇട്ട് കളിച്ചത്. ലൈക്ക് ടാർഗറ്റ് എന്ന് പറയുന്നത് നമ്മുടെ 100 ലൈക്കാണ്. പിന്നെ നമ്മുടെ സബ്സ്ക്രൈബ് എന്ന് പറയുന്നത് റോഡ് ടു 50 ആണ്. സോ കമൻറ്റ് ഇതുവരെ നമ്മുടെ ഒരു വീഡിയോയിലും വന്നിട്ടില്ല ഗൈസ്. നിങ്ങളൊന്ന് കമൻറ്റും കൂടെ ചെയ്യുക, സബ്സ്ക്രൈബൊക്കെ ചെയ്യണം കേട്ടോ. ഇരിക്കുമല്ലോ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഗെയിമിലേക്ക് കിടക്കാം. കണ്ടെന്ന് വിചാരിക്കുന്നു നമ്മുടെ പോക്കിയുടെ എങ്ങനെയാണ് എടുക്കുന്നതെന്ന് ഞാൻ കണ്ടെന്ന് വിചാരിക്കുന്നു. സോ ഇതുപോലെ കുറേ ഗെയിംസ് ഉണ്ട് കേട്ടോ. പോക്കിയുടെ ഫ്രീ ആയിട്ട് നമുക്ക് ഗെയിം കളിക്കാം. ഇനി ഞാൻ സ്കൂളിൽ നിന്ന് കമ്പ്യൂട്ടറിലൊക്കെ പഠിച്ചത്. അവിടെ ഫ്രണ്ട് ഒരാളെങ്കിലും വെറുതെ ഗെയിം തപ്പി നടന്നപ്പോൾ കിട്ടിയതാണ് കേട്ടോ. സ്കൂൾ കമ്പ്യൂട്ടർ ലാബിൽ നമ്മൾ ഇരുന്ന് ചെയ്യുമായിരുന്നു. അപ്പോൾ പോക്കി ഓഫ് കോഴ്സ് നല്ല ഗെയിംസ് ഉണ്ട്, കുറേ ഗെയിംസ് ഉണ്ട്. പിന്നെ ഒരു GTA പോലത്തെ ഒരു ഗെയിം ഉണ്ട്, പക്ഷേ ഇത് മൊബൈലിൽ കിട്ടാറില്ല ഗെയിംസ്. അത് നമ്മൾ കമ്പ്യൂട്ടർ കളിച്ചു. മൊബൈലിൽ കിട്ടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അതിൻ്റെ പേര് ഞാൻ വന്ന് സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയില്ല. ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും, അറിയില്ല. സോ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാത്തവരിലേക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. റോഡ് ടു 50 സബ്സ്ക്രൈബേഴ്സ് ആണ്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ആർക്കും ഈ ആപ്ലിക്കേഷനെ കുറിച്ച് അറിയില്ലെങ്കിൽ, ഫ്രണ്ട്സ് അല്ല ആർക്കും ഇതിനെക്കുറിച്ച് അറിയില്ലെങ്കിൽ, ഗെയിമിങ്സിനെയൊക്കെ ആർക്കും കുറിച്ച് അറിയില്ലെങ്കിൽ ഇതൊന്ന് കൊടുക്കുക ഗൈസ്. ഈ ഒരു ഷെയർ ചെയ്ത് കൊടുക്കുക ഈ വീഡിയോ. അതായത് ലോങ് വീഡിയോ ആണ്. സോ നമ്മുടെ 2 ചാനലുണ്ട്, @Bro6 ഷോർട്സ് വൈറ്റി എന്ന് പറഞ്ഞ ചാനലുണ്ട്. അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ. ഇപ്പോൾ 20 സബ്സ്ക്രൈബർ ഉണ്ട്. ഇതിനിപ്പോൾ നമുക്ക് 14 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. @Bro6 ഗെയിമിംഗ്. ഞാൻ വ്ളോഗിലാണ് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇടുന്നതായിരിക്കും. ഷോർട്സ് ഉണ്ട്, Bro6 ഷോർട്സ് വൈറ്റിലും Bro6 ഗെയിമിംഗ് വ്ളോഗിലും വരുന്നതായിരിക്കും. പിന്നെന്താ ഉള്ളത്? സോ
സോ നിങ്ങളൊന്നും കൂടെ കളിച്ചു നോക്കാം. നമുക്കൊരു ചാൻസ് വരുന്നുണ്ട് മൾട്ടിപ്ലെയർ കളിക്കാൻ. പോക്കിയിലകത്ത് എനിക്ക് പറ്റുമോ എന്നറിയില്ല, നമ്മൾ വിളിച്ചിങ്ങനെ കളിക്കാൻ പറ്റുമോ അറിയില്ല. പോക്കിയിൽ നമ്മൾ മൾട്ടിപ്ലെയർ കളിക്കാൻ ഒരു അവസരം ഞാൻ നൽകുന്നുണ്ട്. കമൻറ്റ് ബോക്സിൽ #WithBroAnsysGaming എന്ന് പറഞ്ഞ് അടിച്ചാൽ മതി. അതിൽ ഞാൻ കണ്ണടിച്ചിട്ട് 5 പേര് സ്പിൻ ചെയ്യുന്നതായിരിക്കും. അത് നമ്മൾ വീഡിയോ എടുക്കുന്നതായിരിക്കും, വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതായിരിക്കും. സോ ഓക്കെ, അത്രയൊക്കെ തന്നെയുള്ളൂ. 5 പേര് നമ്മൾ സ്പിൻ ചെയ്യുക, 5 അല്ല 3 പേര് സ്പിൻ ചെയ്യുന്നതായിരിക്കും, 3 പേരെ എടുക്കുന്നതായിരിക്കും. പിന്നെ അടുത്ത ആൾക്കാർ ചാൻസ് നമ്മൾ വേറെ ഗെയിംസ് കളിക്കുന്നുണ്ടെങ്കിൽ, മൾട്ടിപ്ലെയർ ഗെയിംസ് കളിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കയറ്റുന്നതായിരിക്കും. സോ ഇത് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് കളിയിലേക്ക് കൊടുക്കാം. ഇത് മിക്കവാറും ലോങ് വീഡിയോ ആയിരിക്കും. ഇത് കുറേ വീഡിയോസ് ഇടുന്നതായിരിക്കും. ആ പാക്കിൻ്റെ വീഡിയോ ഇടുന്നുണ്ടായിരിക്കും, ഈ വീഡിയോ വരുന്നതായിരിക്കും, ഈ ഗെയിം പ്ലേ വീഡിയോ വരുന്നതായിരിക്കും. പിന്നെ നമ്മൾ ഇല്ലുമിനാറ്റി ഡാൻസ് ഒക്കെ വരുന്നതായിരിക്കും കേട്ടോ, കാറ്റലോസ് ലൈറ്റ്. നിങ്ങളൊന്ന് കണ്ടു വെക്കുക, നിങ്ങളൊന്ന് മാക്സിമം ഷെയർ ചെയ്യുക. നമ്മുടെ താല്പര്യമുള്ള ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഫോളോ ചെയ്യുക. ഷാനിമി എന്നാണ് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൻ്റെ പേര്. താല്പര്യമുള്ളവർ ഫോളോ ചെയ്താൽ മതി. ബട്ട് ഇത് താല്പര്യം അങ്ങനെയൊന്നുമില്ല. നേക്കൊക്കെ പിടിച്ച് അടിച്ചു പൊട്ടിച്ചോ സാധനം കണ്ടില്ലേ? അതുപോലെ സോകാശ് നിങ്ങൾ കണ്ടില്ല, അതുപോലെ അങ്ങോട്ട് അടിച്ച് പൊട്ടിച്ച് അത് സബ്സ്ക്രൈബ് ലൈക്കും ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി കൂടുതൽ സംസാരിച്ച് വഷളാകുന്നില്ല, നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. സോ ഇതുവരെ വീഡിയോ കണ്ട ആൾക്കാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുന്നത് കാലം ആൾക്കാർക്ക് ഷെയർ ചെയ്യും. നമ്മുടെ മറ്റേ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യും. ഓക്കെ, നമുക്ക് 2-3 വീഡിയോസിന് വ്യൂസ് കൂടിയിട്ടുണ്ട്. താങ്ക് യു ഫോർ വ്യൂവേഴ്സ് ആൻഡ് ലൈക്ക് ചെയ്തവർക്ക് താങ്ക് യു. ഓക്കെ, ഞാൻ നന്ദി കളിക്കുന്നു. സോ നമ്മുടെ ഒരു വീഡിയോക്ക് 455-82 വ്യൂസ് ഉണ്ടായിരുന്നു. താങ്ക് യു ഫോർ സപ്പോർട്ടിങ്. പിന്നെ നല്ല സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒരു 50 ആകുമ്പോൾ പിന്നെ നമുക്ക് സബ്സ്ക്രൈബ് ഉണ്ടെങ്കിൽ 100K ഒരു പ്ലേ ബട്ടണെങ്കിലും എടുക്കണോ കാര്യമുണ്ട് ഗൈസ്. സോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് കളിയിലേക്ക് എടുക്കാം. നമ്മളിങ്ങനെ ആപ്ലിക്കേഷനിൽ എത്തിയിട്ടുണ്ട്. ഒരു വെങ്കി നമ്മുടെ ഈ ആപ്ലിക്കേഷനിലെ എവിടെയെങ്കിലൊക്കെ കാണാൻ സാധ്യതയുണ്ട്. വെങ്കി ഇവിടെ വെങ്കി 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 ഇതേൻ്റെ കാശ് വെങ്കി അവിടെ ഉണ്ട്. ഇതേണ്ടിയിരിക്കുന്ന വെങ്കി നമുക്കത് കളിക്കാം. ഓക്കെ, നമ്മൾ എടുക്കാൻ പോവാണ് വെങ്കി. സോ നമുക്ക് കളി തുടങ്ങാം. നമ്മൾ ആദ്യം തന്നെ വെങ്കിയിൽ വന്നിട്ടുണ്ട്. ഓക്കെ, വെങ്കിയുടെ ഡൗൺലോഡിങ് ആണ്. സോ അത് ക്ലിക്ക് ചെയ്ത് പറ്റും. ലുക്ക് യുവർ മൗസ്. അത് മൗസ് വെച്ച് കളിക്കാം, കമ്പ്യൂട്ടർ അല്ലല്ലേ. സെയ്റാന്ന് പറഞ്ഞ മാപ്പിലാണ് കേസ് കളിക്കാൻ പോകുന്നത്. വെയിറ്റിംഗ് ഫോർ ദ സെർവർ കേസ്. ഇത് അടിപൊളി കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടത്. നല്ല ഗെയിമാണ്. ഇവിടെ ആൾക്കാർ വരും, ആൾക്കാരൊക്കെ ഇവിടെ റീസ്പോൺ ആവും. ഓ ഗായ്സ്, അവൾ എന്നെ കൊന്നു ഗായ്സ്. ഹെധീറ എന്ന് പറഞ്ഞോളൂ എന്നെ കൊന്നു. നമുക്ക് താഴോട്ട് പോവാം. ഇനി ഇങ്ങനെ പോവാം. പ്ലീസ്, നമ്മൾ തോറ്റ്. ഇവിടെ പോടാ, നമ്മൾ തോറ്റ് കഴിച്ചാൽ അത് തോറ്റ്. നമ്മളെ കളി തോറ്റത് മനസ്സിലായി. ഇത് 35 നമ്മൾ തോറ്റിട്ടാ ഗൈസ്. നമ്മൾ തോറ്റ് ഗായ്സ്, നമ്മൾ തോറ്റ് ഗായ്സ്. ഓക്കെ, അവിടെ വെടി വരുന്നുണ്ട്. ഡബിൾ കില്ല് കൊടുക്കട്ടെ. എടാ പോടാ ഗൈസ്, ഇത് എനിക്ക് കളി. നമ്മൾ സാധാരണ വിക്ടറി ഒക്കെ മേടിക്കുന്നതാണ്. ആരും ഉണ്ടായിരുന്നല്ലോ, ആരും ഉണ്ടായിരുന്നു ഗൈസ്. നമുക്ക് കുഴപ്പമില്ല, നമ്മൾ ഓടിപ്പോവുക. ഞാൻ തോറ്റ് ഗൈസ്, ഞാൻ തോറ്റ് ഗൈസ്. ഡിഫീറ്റ് കേട്ടോ ഗൈസ്, ഞാൻ തോറ്റ്. ഓക്കെ, നെക്സ്റ്റ് ഗെയിം സ്റ്റാർട്ട് ആവുന്നുണ്ട് ഗൈസ്. ഇതാണ് നമ്മൾ ലോഡ് ഔട്ട്. ലിലിയം എന്നാണ് നമ്മുടെ പേര്. ഓക്കെ, പ്ലേൻ ആവും. നമ്മൾ മാച്ച് കൊടുക്കാൻ പോണേ. ഏത് സെർവറിലാണാവോ? സെയ്റാൽ ഗൈസ് വീണ്ടും വന്നിരിക്കുന്നത് നമ്മുടെ മാപ്പ്. ഓക്കെ, ലെറ്റ്സ് ഗോ. ആദ്യമേ നമ്മൾ കളിക്കാൻ പോണേ. സോ സുഖമല്ല ഗൈസ് ഇത് കളിക്കാൻ. എടാ അവൾ എന്നെ കൊന്നടാ. അവൾ എന്നെ പ്രോ പ്ലെയേഴ്സ് ആണ് ഗൈസ്. അവൾ പ്രോ പ്ലെയർ ആണ്, അവൾ പ്രോ പ്ലെയർ ആണ് ഗൈസ്. അറിയാം. ഓക്കെ, ബിൽബി ആരെ കൊന്നിട്ടുണ്ട്. ഓക്കെ, ആ ബിൽബീനെ തട്ടി നമുക്ക് പോയിട്ട് കിട്ടും.
കിൽ പോയിന്റ് കിട്ടിയിട്ടുണ്ട്, 10 സ്കോർ കിട്ടിയിട്ടുണ്ട്. നമ്മൾ സെക്കൻഡാണ്. ബിൽബി 28 വീട് കൊന്നിരിക്കുകയാണ് ഗൈസ്. നോ പ്രോബ്ലംസ്. എടാ ബാക്കിൽ തന്നെ വന്ന അടിയുണ്ട്. പക്ഷെ ഇവിടെ ആരും ഇല്ലാതെ വിചാരിക്കുന്നു. കിൽ പോയിന്റ് കിട്ടിയിട്ടുണ്ട്. എടാ ഇവളുടെ റാങ്ക് 1 പുഷ്ഡാട്ടോ. ഇവള് റാങ്ക് 1 പുഷാക്കെ. നമ്മൾ സെക്കൻഡാണ്. സെക്കൻഡ് ആയതുകൊണ്ട് വലിയ പ്രശ്നമില്ലെന്ന് വിചാരിക്കുന്നു. അവളവിടെ വെച്ച് കൊന്നിട്ടുണ്ട് നമ്മൾ. ഹെഡ് ഷോട്ടാണ് ഇവിടെ. നമ്മൾ സെക്കൻഡാണുള്ളത്. ആരെങ്കിലും ഇവിടെ വരും, സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ എവിടെ നിന്നാണ് വെടി വരുന്നതെന്ന് നമുക്കറിയാറ്റില്ല. നമ്മൾ സെക്കൻഡാണ് കേസ്. എടാ ബിൽബീനെ എന്നെ കൊന്നടാ. ബിൽബി പ്രോ പ്ലെയർ ആണ് കേസ്. ഓക്കെ, സീപ്പയറിന് നമ്മൾ കൊന്നിട്ടുണ്ട്. ഇവിടെ നമ്മളെ 1:42 1 മിനിറ്റ് 42 സെക്കൻഡ്സ് ഗായ്സ്. അവിടെ ബിൽബിക്കാർ ഇവിടെ വരും ഗായ്സ്. നമ്മൾ സെക്കൻഡാണ് ഗായ്സ്. വിക്ടറി അടിച്ചാൽ മതിയായിരുന്നു ഗായ്സ്. വിക്ടറി അടിച്ചാൽ നമ്മൾ ജയിക്കും ഗായ്സ്. ഓക്കെ, സോ നിങ്ങൾക്ക് ഈ ഗെയിം ഇഷ്ടപ്പെട്ടു ഷോട്ടടി. എടാ അവൾ എന്നെ കൊന്നടാ ബിൽബി. സോ നോ പ്രോബ്ലംസ് ഗായ്സ്. എടാ ഇവളെ കൊല്ലാൻ പറ്റില്ലടാ. ആനീലിയോ, അതായത് അമീലിയ അനീല. എടാ വാങ്ങാണ്ടി സമ്മാനം. എനിക്ക് വഴി പോലും ഇവിടുത്തെ മനസ്സിലാവുന്നില്ല. അപ്പോഴാ എനിക്ക് വഴി മനസ്സിലാവുന്നില്ലടേ. അവിടെ ഒരു ബോബ് വന്നിട്ടുണ്ട്. കിൽ പോയിന്റ് ഇട്ടിട്ടുണ്ട്. ഹെഡ് ഷോട്ടാണ്. അവിടെ നിന്നിട്ടുണ്ട്. ബിൽബിനെ വന്നു ഗൈസ്. ലെറ്റ്സ് ഗോ. എനിക്ക് തട്ടുള്ളത് വലിയ ആഗ്രഹമായത് ഗൈസ്. ബിക്കോസ് അവൾ എന്നെ കൊല്ലാൻ സമയങ്ങളിൽ മാത്രമേ ഇല്ലായിരുന്നു. 5 4 3 2 1 0. ഡിഫീറ്റ് ആര്? ഞാനോ? ഇവിടെ സെക്കൻഡായിട്ട് ഞാൻ ഡിഫീറ്റ് ആയോടാ. 112 കിൽ. ആൾക്ക് 589 കിൽസ് അവൾ എടുത്തു ഗൈസ്. 500 339 കില്ല് അവൾ എടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ഗെറ്റ് റെഡി. സെയറ ഡിഫീറ്റാണ് ഗൈസ്. നമ്മൾ സെയറയിൽ വീണ്ടും വാങ്ങാണ്ടി സാമാനം. ഈ സെലക്ട് ഫ്രീ വെപ്പൺ ഇതൊക്കെ കളിക്കാൻ പറ്റത്തില്ല. അവൾ റീസ്പോൺ ആകുമ്പോൾ തന്നെ മാങ്ങ പരിസ്യം ഗൈസ്. ഇടയ്ക്ക് വന്നാൽ പരിസ്യം. ഇതാണ് ഭയങ്കര പ്രശ്നമായി ഗെയിം കേട്ടോ. ഇത് കുറച്ച് കളിക്കാൻ കുറേ ഇതുണ്ട്. ആടൊക്കെ ഒരു അടിക്കിട്ടോ. സ്കിപ്പാട് കൊടുക്കുകയായിരുന്നു ഞാൻ. ഇപ്പം ഏത് കൃഷ്ണകളും കയറി വരും, നമുക്കൊന്നും അറിയത്തില്ല. ഒക്കെ അവിടെ ആൾക്കാരുണ്ടെന്ന് മനസ്സിലായി. നമുക്ക് ഈ വഴി തന്നെ ഇങ്ങനെ പോവാൻ.
എടോ അവള് ഏതോടെ പ്രോ റൈഡറാണ് പിയു. നമുക്ക് ഓട് ഗൈസ്, ലെറ്റ്സ് ഗോ, റൺ റൺ റൺ. ഓടി നമുക്ക് രക്ഷപ്പെടാം ഗൈസ്. എടാ അവള് എവിടെ നിന്നൊക്കെയാടാ വരുന്നേ? അവളെന്നെ കാണുന്നുണ്ട് ഗൈസ്. അവളവിടെ ഇടേ, അവളവിടെ ഇടേ ഗൈസ്. അവളെ വെടിവെക്ക ഗൈസ്, ഹെഡ് ഷോട്ടാണ്. ഓക്കെ, എമീലിയനെ കൊന്നിട്ടുണ്ട് ഗൈസ്. എമീലിയാണ് എന്നെ കൊന്നത്. അവിടെ ഞാൻ എന്തായാലും തട്ടിയിട്ടുണ്ട് ഗൈസ്. ഗൈസ് അവളെന്നെ കൊന്ന് ഗൈസ്, അവളെന്നെ കൊന്ന്. ഓക്കെ, നമ്മളെ കൊന്നിട്ടുണ്ട്. നമുക്കിനി ഇവിടെ വെടിവെച്ച് കളിക്കേണ്ടതാണ് ഗൈസ്. ഓക്കെ, നമ്മുടെ തോക്കുമാണ് ഗൈസ്. നമ്മളെ റാങ്ക് വേറെ ആയിട്ടുണ്ട്, എന്തായാലും റാങ്ക് വേറെ ആയിട്ടുണ്ട്. അല്ല ഓക്കെ, നമ്മൾ ചെയ്യേണ്ട ഇവിടെ എഡിറ്റ്. ഓക്കെ ഓക്കെ, അയ്യോ അവള് പോയി ഗൈസ്. അവള് തട്ടണം ഗൈസ്, നമുക്ക് താട്ടി ചാടാം. അവളെന്തായാലും ഇവിടെ നിന്നെങ്കിലൊക്കെ തട്ടണം ഗൈസ്. വന്നിട്ടുണ്ട് വീണ്ടും. ഓക്കെ, ഇവിടെ പ്ലേയേഴ്സൊക്കെ വരുന്നുണ്ട്. എടാ യഥാർഷി എന്നെ കൊന്നു ഗായ്സ്, യഥാർഷി എന്നെ വന്നു. നമ്മളൊക്കെ കളിച്ചോളാം ഗൈസ്, നമുക്ക് പ്രശ്നമൊന്നുമില്ല. നമ്മൾ രണ്ടുപേരും ഉള്ളൂ അല്ലേ. അവളെവിടെ നിന്ന് വേണോ അവര്? അവളെ തട്ടണ ഗൈസ്. യഥാർഷയോ നമ്മള് വെടി വെടിയാണ് പക്ഷെ യഥാർഷയുടെ യഥാർഷീനെ നമുക്ക് തട്ടണ ഗൈസ്. ഹെഡ്ഷോട്ടുണ്ട്, സോ നോ പ്രോബ്ലം. യഥാർഷീനെ നമ്മൾ കൊന്നിട്ടുണ്ട് എന്തായാലും. അവിടെ അവൾ ആരുണ്ട്? ദർശി സാവൻ നമ്മളെ കൊന്നു ഗായ്സ്. നോ പ്രോബ്ലം, നമുക്ക് ഇതൊരു പ്രശ്നമല്ല. ഈ സെറ്റ് ഷോട്ടാണ്. ഓടിക്കോടിക്കോടിക്കോ, ഇവിടെ എന്തെങ്കിലും ഓടിച്ചാട്. എടാ അവള് എന്റെ പിന്നാലെ വന്നടാ. അവൾ ഈ വഴി എവിടെയെങ്കിലുമൊക്കെ വരും. റീവെങ്കി അടിച്ചിട്ടുണ്ട്. തട്ടിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ദാർഷി സെവൻ അവിടുത്തെ വെച്ചിട്ടുണ്ട് ഇടി. ഡബിൾ കില്ലുണ്ട് നമുക്ക്. പക്ഷേ ദാർഷി സെവൻ കൊന്നു ഗൈസ്.
കുഴപ്പമില്ല ഗൈസ്, നമ്മൾ പ്രോ പ്ലേയേഴ്സ് ഒന്നും അല്ല, എന്നാലും നമ്മൾ ചെറിയൊരു പ്ലെയർ ആവണല്ലോ ഗൈസ്. ഡബിൾ കില്ല് കൊടുത്തിട്ടുണ്ട് നമ്മൾ. എവിടെയാണല്ലോ റീസ്പോൺ ആവട്ടെ ഗായ്സ്, എവിടെന്നെങ്കിലും വരട്ടാ ഗായ്സ്, നമുക്ക് പ്രശ്നമല്ല, നമ്മൾ കൊല്ലുക. ദാർഷി 6-7 അടിപൊളി കേട്ടോ. കിൽ പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ദാർഷി 7 കൊന്നിട്ടുണ്ട്. ട്രിപ്പിൾ കില്ല് അടിച്ചിട്ടുണ്ട് നമ്മൾ. ലെറ്റ്സ് ഗോ, നമ്മളാ ഫസ്റ്റ്. ഓക്കെ, ഈ വെങ്കി അടിച്ചിട്ടുണ്ട്. ഡബിൾ കില്ല് അടിച്ചിട്ടുണ്ട്. കുഴപ്പമില്ല, നമ്മൾ റീസ്പോൺ ആയിക്കോളൂ, കുഴപ്പമില്ല. ഓക്കെ വീണ്ടും ഗായ്സിൻ്റെ ഇടയിൽ പരസ്യം വരൽ, ഇത് ഭയങ്കര വല്ലാത്തൊരു ഇതാണ്. ഈ പരസ്യം വരലാണ് ഇതിൻ്റെ മെയിൻ സാധനം. ഏതിടയ്ക്ക് വരും ഇത്. ഇത് വേറെ സ്ഥലമായല്ലോ. വെറുതെ വെടിയേച്ചോ, ലേബാറൊക്കെ ഇവിടെ ഉണ്ട്. യഥാർത്ഥ സാധനമുണ്ടോ? അവരൊന്നും കാണാനില്ലല്ലോ. ഓക്കെ, അവൾ അങ്ങോട്ട് വരുന്നുണ്ട് ഗൈസ്, ഇങ്ങോട്ട് വരുന്നുണ്ട്. വെടിവെച്ച് കൊല്ല് ഗൈസ്. ഹെഡ് ഷോട്ടാണ് എനിക്ക് തോന്നി അപ്പോഴേ. ഇങ്ങോട്ട് വരുമെന്ന് എനിക്ക് അപ്പോഴേ തോന്നി, അതുകൊണ്ടാണ്. ഓക്കെ, അവിടെ ആര് വന്നു, അവിടെ ആര് വന്നിട്ട് പോയി, നിങ്ങൾ കണ്ടോന്ന് എനിക്കറിയില്ല. ഇവിടെ ആരും വെടി വെക്കാനില്ലേ? സ്ക്രിച്ചായി. ഗ്ലിച്ചായി ഗൈസ്, അതാണ് ചെറിയൊരു ഗ്ലിച്ച് വന്നു. ഓക്കെ, എൻ്റെ ക്യാമറ എല്ലാവർക്കും കാണാനില്ലേ? സോ ചെറിയ ഗ്ലിച്ച് വന്നിട്ടുണ്ടായിരുന്നു, അതാ പ്രശ്നം. നോ പ്രോബ്ലംസ്. ഓക്കെ, ബാക്കിൽ നിന്ന് ഒരുത്ത വീഡിയോ വെച്ച് വരുന്നുണ്ടായിരുന്നു. ഓക്കെ, അവിടെയാണ് അവള്. സോ നിങ്ങൾക്ക് എൻ്റെ ക്യാമറ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഹായ്. ഓക്കെ, നമ്മളവിടെ കൊല്ലുവാണ് ഗൈസ്. ഓക്കെ, ഹെഡ് ഷോട്ട് ഉണ്ട്, അല്ല കിൽ പോയിൻ്റ് കേട്ടോ. ഓക്കെ, ഞാനിപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ എന്നെ കാണുന്ന. സോടെ ബാങ്ക് വിളിക്കുന്നുണ്ട്. സോറി ഗൈസ്, നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് വരാം. സോ ഗൈസ്, നമ്മൾ വിക്ടറി ആയിട്ടുണ്ട്. ഓക്കെ, എന്നാ പ്രശ്നം, നമ്മൾ വിക്ടറി ആയിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. ഓക്കെ, അടുത്ത മാച്ച് വരുന്നുണ്ട്. നമ്മുടെ വീഡിയോ ആണ് നമ്മൾ ഇപ്പോൾ ലൈക്ക് ചെയ്യാറുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ. എനിക്ക് ക്യാമറ ഞാൻ വരുമെന്ന് എനിക്കറിയില്ല, എന്ത് ഇപ്പോഴാണ് വന്ന സാധനം. അതെല്ലാം അടിപൊളിയായിരുന്നു. സോ നമ്മൾ അടുത്ത മാച്ച് വരുന്നുണ്ട്. ബാങ്ക് വിളിക്കുന്നുണ്ട് ഗൈസ്, ആ ചെറിയൊരു ഇത് ഉണ്ടാവും. ഈ സ്ഥലം എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ടോ. ഈ സ്ഥലം ഭയങ്കര സാധനമാണ്. തുണ്ട്ര എന്ന് പറയും ഈ സ്ഥലത്തിൻ്റെ പേര്. ഈ സ്ഥലം തുണ്ട്ര. ഓക്കെ, ബാങ്ക് വിളിക്കുന്നതുകൊണ്ട് എനിക്കെങ്ങനെ അറിയാൻ പറ്റില്ല. തുണ്ട്രയാണ് കേസ്, തുണ്ട്ര. അവിടെ ആൾക്കാർ കുറേ വരും കേസ്, അവിടെ പ്രശ്നമില്ല. അവിടെ റീസ്പോൺ ആവുന്ന പലരും ഉണ്ടാവും. ഇവിടെ പലരും റീസ്പോൺ ആക്കും ഗൈസ്. ഓക്കെ, ബാക്കിൽ നിന്നൊക്കെ അടി വരുമെന്ന് നമ്മൾ നോക്കിയിരുന്നാൽ മതി കേട്ടോ. ബാക്കിൽ നിന്നൊക്കെ അടി സാധനം വരുവേ, റെഡ് അടി വരും. ഗൈസിൻ്റെ പോകുന്നത് കാണാൻ പറ്റുന്നില്ല നിങ്ങൾക്ക്, എൻ്റെ പോകുന്നോ. സോ ഹാൻഡ് ക്യാം ആയണ്ടേ കുറച്ച് പ്രശ്നമുണ്ടോ. ഹാൻഡ് ക്യാം ഞാൻ ജോയ്സ്റ്റിക്ക് ഒന്നും കളിക്കില്ല. എനിക്ക് ജോയ്സ്റ്റിക്ക് കളിക്കുന്ന അത്ര ഇഷ്ടമല്ല. നമുക്ക് ഹാൻഡ് ക്യാം എന്ന് പറയുമ്പോൾ ആ ഒരു അടിപൊളി സാധനമാണ്. നമുക്ക് അവിടെ ഒരുത്ത പ്ലെയർ
ഒരു കില്ലറിനെ പോലും കാണാനില്ലല്ലോ അവിടെ. അവൻ ഇവിടെ വരും, മിക്കവാറും ഇവിടെ വരും. അവൻ ബാക്കിന്ന് അടിക്കാൻ പലരും നോക്കാറുണ്ട്. ഞാൻ ഗ്ലിച്ചൊന്നും വരാതെ ഇരിക്കും നോക്കാൻ നമ്മൾ മേളിലേക്ക് കയറിയിട്ടുണ്ട്. കാക്ക പറന്നുപോയല്ലോ. കാക്കേ കൂടെ ഇവിടെ കൂടിനകത്തൊരു കുഞ്ഞുണ്ടോ? പഴയ സ്ഥലത്ത് തന്നെ നമ്മൾ വന്ന് എത്തിയിട്ടുണ്ട്. ഇല്ല, ഇത് പഴയ സ്ഥലമല്ലോ, വേറൊരു സ്ഥലമാണ്. ഇവിടെ ഈ മാച്ചറോടെ എൻ്റെ മൂന്ന് മാറ്റാറ്റു. എൻ്റെ മൂന്ന് മാറ്റാറ്റു കേട്ടോ. ഞാൻ ഇവിടേക്ക് ആക്കുവാണ് എൻ്റെ മൂന്ത. ഓക്കെ നമ്മൾ താഴോട്ട് ചാടിയിട്ടുണ്ട്. താഴോട്ട് ചാടി ഗായ്സ്. ഈ ട്രെയിൻ പോകുന്ന വഴിയിൽ ആരെങ്കിലും വരുമോ? ഇനി ട്രെയിൻ പോകുന്ന ഇങ്ങനെ പോലെ ലെറ്റ്സ് നമ്മളുടെ ട്രെയിൻ ആയിരിക്കുവാണ്. ഏതൊരു വലിയ ലോങ്ങിടി ആയിരിക്കും സാധ്യതയുള്ളൊരു കൂടാണ്. ഇവൻ എവിടെ പോയി ചത്തെടുക്കുക? ഇവിടെ കാണാൻ പോലും ഇല്ല. ഇവനെ വീട്ടിൽ വെച്ചൊന്ന് കൊല്ലാനായിരുന്നു വയസ്സ്. കറക്കി ഇടിക്കാൻ പോയി. ടാവണിൽ നിന്ന് കയറണം എന്നില്ല വഴി. ഇവിടേക്ക് പോകാൻ. അയ്യോ ചത്തു ഓടോ. വെള്ളത്തിൽ പോയി ചാവൂലേ. സൂസൈഡ് ചെയ്തു. സൂസൈഡല്ല തൂങ്ങി ചത്തല്ല. വെള്ളത്തിൽ വീണ് ചത്തു. നീന്താൻ നമുക്കറിയില്ല, ചെറിയ പ്രശ്നമുണ്ട് ഇതിനകത്ത്. മനസ്സിലായില്ലേ? ഇനി വെള്ളത്തിൽ ചാടരുത്. എടാ അവനെ എവിടെയാടാ? അവനെ തപ്പി ഞാൻ നാട് മുഴുവൻ നടക്കുവാടാ. ചാടേ. അവനെ എവിടെ പോയി? അവനെവിടെ പോയിടേ? പിന്നെ എനിക്കൊന്നും കാണാൻ പോലും ഇല്ലല്ലോ. 5 4 3 2 1 ഡിഫീറ്റ് ആയി ഗൈസ്. ഞാൻ ഡിഫീറ്റ് ആയി. ഞാൻ തോന്നില്ല. അവനെ എനിക്ക് കാണാൻ പോലും. വിക്ടറിയോ? ലെറ്റ്സ് ഗോ വിക്ടറി ഗൈസ്. ഓക്കെ നെക്സ്റ്റ് ഗെയിം തെൻട്രയിലല്ല നമ്മൾ കളിക്കാൻ പോകുന്നത്. ഓക്കെ സേതയിലാണ് നമ്മൾ സിൽവർ 6. ലെറ്റ്സ് ഗോ. ഞാൻ ജയിച്ച. അവൻ തോറ്റി ഗൈസ്. അവനെ ഞാൻ കൊന്നായിരുന്നു. അപ്പോൾ ഞാൻ ഫസ്റ്റ് അവനെ കൊന്നില്ലേ? ഫസ്റ്റ് കയറി പിന്നെ ഞാൻ കൊന്നു ഗൈസ്. ഇനി അങ്ങനെയാണ് തോന്നുന്നത്. ശരി ഓക്കെ. സേറയിൽ വീണ്ടും വന്നിട്ടുണ്ട്. നമ്മുടെ പഴയ മാപ്പിലാണ്. ഓക്കെ ചിലക്ക് ചെറിയ സൗണ്ടൊക്കെ വരും. വീട്ടുകാർ ഇച്ചിരി അവർ ജോലീൻ്റെ ഇടയിൽ ഇതൊക്കെ വരുന്നത്. ഈ നമ്മൾക്ക് വലിയ ഇത് സെറ്റപ്പ് ഒന്നുമില്ല. നമുക്ക് റൂമൊന്നുമില്ല പ്രത്യേകിച്ച്. അപ്പോൾ അവർ കിടക്കുന്ന റൂമിൽ ഇടയിലൊക്കെ ഓടിച്ചാടി കളിക്കുകയാണ് നമ്മൾ. പ്രത്യേകിച്ച് റൂമൊന്നുമില്ല. പക്ഷെ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. വേറെ ആരും ഇല്ലാത്ത നാട്ടിലേക്കാണ് ഞാൻ വന്നിരിക്കുന്നത്. പക്ഷെ ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ ആരും ഇല്ല. വേറെ ആരും കളിക്കുന്നില്ല. ഞാൻ പ്രോ പ്ലേയേഴ്സ് ആയതുകൊണ്ട് ഇത് പറയാനാ. നമ്മൾ പ്രോ പ്ലേയേഴ്സ്. നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക. 50 സബ്സ്ക്രൈബേഴ്സ് ആയി നമുക്ക് സ്ട്രീമൊക്കെ നടത്താമായിരിക്കും. സോ ഇപ്പം നമുക്ക് ഇരുന്ന് പറയാൻ വെച്ചാൽ ഇവിടെ ആൾക്കാരൊന്നും ഇല്ലാന്ന് തോന്നുന്നു. ടീമേറ്റ്സ് ഇവിടെ ഉണ്ട് ഗായ്സ്. അയ്യോ വന്നില്ല മച്ചാൻ അവൻ്റെ കൂടെ. ഇപ്പം ഇവിടെ എവിടെയെങ്കിലൊക്കെ സ്മോൺ ആവും. ഓക്കെ നമ്മൾ ഇവിടേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ചാടാൻ പറ്റില്ല. എവിടെയാണോ ആ പ്ലേയേഴ്സ്? എനിക്ക് ആ പ്ലെയറിനെ പോലെ കാണാൻ പോലും ഇല്ല. അവരൊക്കെ എവിടെയാണോ? ക്യാൻഡ്രോപ്പി വേണ്ട മതി. ഓക്കെ അവൻ എന്നെ കൊന്നു ഗായ്സ്. നോ പ്രോബ്ലം. നമുക്ക് പ്രശ്നമൊന്നുമില്ല. നമ്മൾ കളിച്ച് ജയിച്ചോളും. ആഡ് വരില്ല. ഭയങ്കര പ്രശ്നം കേട്ടോ ആഡ്. നമ്മൾ റീസ്പോൺ ആയിട്ടുണ്ട്. നോ പ്രോബ്ലം. എൻ്റെ മൂന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല. അയ്യോ 6ഓ? 6ാം സ്ഥാനം എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ചാവേണ്ട സമയമായി. ഞാൻ തോൽവി തന്നില്ല. ടാറ്റാ ഗേൾ ഹെഡ്ഷോട്ടാണ് ഗൈസ്. താട്ട് പോവാ. എന്തായാലും അവൾ എൻ്റെ പിന്നാലെ ഉണ്ടാവും. കയറി വന്ന ഒരുത്തരം മുട്ടിയായി. എൻ്റെ പ്രോ ഗെയിമർ ബോയ്സ് നിങ്ങൾക്ക് എൻ്റെ കളി അറിയാത്തോണ്ടാ അവിടെ പോന്നു.
നമുക്ക് അവൾ എന്നെ കൊന്നു. നോ പ്രോബ്ലം ഗൈസ്, നമുക്ക് അവളെ കൊന്നാലും നമുക്ക് പ്രശ്നമൊന്നുമില്ല. ആഡ് വന്നു സാർ, ആഡ് വന്നിട്ടുണ്ട് ഗൈസ്, നോ പ്രോബ്ലം. ഓക്കെ, ഞാൻ ഈ ഫേസ് ഇതെനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. ഈ ഫേസ് ക്യാമൊക്കെ ഇതിൻ്റെ വരുമോ? ഞാൻ വീഡിയോ റെക്കോർഡിങ് പോയി, എനിക്ക് ഫേസ് ക്യാം വരുന്നത് എനിക്കറിയില്ലായിരുന്നു കേട്ടോ. സാംസങ്ങിൻ്റെ പുതിയ ഫ്യൂച്ചറാണെന്ന് തോന്നുന്നു, സാംസങ് ഗാലക്സിൻ്റെ ഫീച്ചേഴ്സ്. എൻ്റെ വരുന്ന മക്കളെ പിടിച്ച വേണ്ടി വെടിച്ച് പുള്ളി പ്രീവെങ്കി കൊടുത്തിട്ടുണ്ട്. നമ്മൾ സെക്കൻഡാണ്, ഇത്രയാവാൻ സാധ്യത വളരെ കൂടുതലാണ്. വെടിവെച്ച് കൊല്ലടേ. കിൽ പോയിന്റ്. ഓക്കെ ഓക്കെ ഓക്കെ, ഒളി വഴി വരുവേ. ഒളി വഴി വരുവേ. പക്ഷെ അവൾ എന്നെ കൊന്നു. നോ പ്രോബ്ലം കഴിച്ചു. അവൾ എൻ്റെ അടുത്ത് നിൽക്കുക. എൻ്റെ അടുത്ത് നിന്ന് അവൾക്ക് സിമ്പിളായിട്ടേ തട്ടാലും. അതായത് നമ്മൾ മേളിലേക്ക് കയറി വന്നിട്ടുണ്ട്. അത് കൊന്നിട്ടുണ്ട് അവള്. ലൈക്കാന്ത്രോപ്പനാണ് എന്നെ കൊന്നത്. എത്ര സ്ഥാനത്താണ് എനിക്ക് പോലും അറിയില്ലടേ. ഓവർ ടൈമാണ് ഗൈസ്. അയ്യോ, ഞാൻ 3-ാം സ്ഥാനമാണോ? ഒരാളെ കൊന്നണം. ഒരാളെ കൊല്ലാതെ ഞാൻ പോയാ ഇയാൾ ഗൈസ്. ഷോട്ടാണ്. എടാ, അവളെ കൊല്ലാൻ പറ്റിയില്ല, എൻ്റെ ബുള്ളറ്റ് ഇല്ലായിരുന്നു ഗൈസ്. ഓടെ സമയമില്ല. ആരും വരരുത് ഗൈസ്. ഞാൻ ഷീവർ 36 ആണ്. ഡിഫീറ്റ് ആയി ഗൈസ്. നോ. അവിടെ വീഡിയോ ആണെന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടു 50 സബ്സ്ക്രൈബേഴ്സ് ഈ വീഡിയോ വെച്ചാൽ നമ്മുടെ വീഡിയോ വെച്ചാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യത്തെ വീഡിയോയിൽ നമ്മുടെ ഈ മോന്ത കാണില്ല. ഇപ്പം ഞാൻ വെറുതെ തട്ടി എന്തോ കൈ തട്ടി പോകുന്നതാണ്. സോ ടാറ്റാ.